ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. രാധം എന്തിനു കരയുന്നത്? രാധം കരയണ്ട. രാജുവിന്റെ ഭാര്യമായ യോഗ ഇല്ലെങ്കിലും ഞാനും രാധമ്മയുടെ മോളെ പോലെയല്ലേ? അവൻ നല്ല ആളാകാൻ വേണ്ടിയല്ലേ രാധേ ഞാനങ്ങനെയൊക്കെ. ഇതിപ്പോ വർമ്മ സാറിന് സമ്മതമായിട്ട് പോലും വർമ്മ സാറിന്റെ മകളെ സ്വീകരിക്കാൻ അവന് പറ്റില്ല എന്ന് പറഞ്ഞ പിന്നെന്ത് ചെയ്യാനാ? അമ്മേ, ഋതിക മേഡം. എന്റെ പൊന്നു മോളെ, മോളെ കാണാതെ ഞാനും ഈ വീട്ടിലുള്ളവരും എന്തുമാത്രം വിഷമിച്ചു എന്നറിയാമോ? മോള് വാ, രാധമ്മ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. വേണ്ട രാധമ്മേ, എനിക്കൊന്നും വേണ്ട. അങ്ങനെ പറഞ്ഞ പോരാ, രാധമ്മ പോയി എന്തെങ്കിലും കുടിക്കാൻ എടുത്തിട്ട് വരാം. മോളെ, വേണുവങ്ങളുടെ അടുത്ത് സംസാരിച്ച് നിക്ക. മോള് പോയ പിന്നെ വേണുവങ്കള് മോളെ കുറിച്ച് തന്നെയാ പറയുന്നത്. ഞാനിപ്പോ വരാമേ. ഋതിക മേഡം എന്താ പെട്ടെന്ന് ഇങ്ങോട്ട്? അതെന്താ പ്രിയച്ചി, എനിക്കിങ്ങോട്ട് വരാൻ പാടില്ലെന്നുണ്ടോ? അയ്യോ, അങ്ങനെയല്ല. ഋതിക മാഡം അവൾ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഋതിക മാഡം ഇനി ഇങ്ങോട്ട് വരില്ലെന്നാണ് ഞങ്ങൾ കരുതിയത്. പെട്ടെന്ന് ഋതിക മാഡം കയറി വന്നപ്പോ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ക്ഷേത്രത്തിൽ നിന്നും തിരിച്ചു പോയതിൽ പിന്നെ ഓരോ നിമിഷം ഇങ്ങോട്ട് വരണമെന്ന് എന്റെ മനസ്സ് പറഞ്ഞോണ്ടിരുന്നു. രാജു എന്നെ കൂട്ടിക്കൊണ്ടുവരാതെ ഞാൻ എങ്ങനെയാ ഇങ്ങോട്ട് വരുന്നത്? ഞങ്ങളും ആ കാര്യം തന്നെയാ മാഡം പറഞ്ഞുകൊണ്ടിരുന്നത്. അവൻ അങ്ങനെയാ. എനിക്ക് മനസ്സിലാവും അങ്ങളെ. രാജുവിന്റെ മനസ്സ് ശുദ്ധ. രാജുവിന്റെ മനസ്സിൽ അച്ഛനോടുള്ള ബഹുമാനവും സ്നേഹവും അത് മാത്രമേ ഉള്ളൂ. പക്ഷെ ആ മനസ്സിൽ എനിക്ക് സ്ഥാനമില്ലെന്ന് എനിക്ക് മനസ്സിലായി. മോളെ, എനിക്ക് വേണ്ട രാധമ്മ. കുടിക്കും മോളെ, കുറച്ച് കുടിക്ക്. കുടിക്ക. രാജുവിന്റെ പെണ്ണായി നിന്നെ ഞങ്ങൾ കണ്ടുപോയി മോളെ. ഇനി അത് അങ്ങനെയെല്ലാം നോക്കാൻ പറ്റില്ല. രാധമ്മ എന്തിനാ കരയുന്നത്? രാധമ്മ കരയണ്ട. രാജുവിന്റെ ഭാര്യമായ യോഗ ഇല്ലെങ്കിലും ഞാനും രാധമ്മയുടെ മോളെ പോലെയല്ലേ? മോളെ, എനിക്കറിയായിരുന്നു ഞാൻ വന്ന നിങ്ങൾക്കൊക്കെ വിഷമാവുമെന്ന്. അത് ഞാൻ വരാൻ മടിച്ചത്. ഞാനിനി അധികം നേരം നിൽക്കുന്നില്ല. ഞാൻ വന്നത് എന്റെ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ ഇല്ലേ,
അത് കൊണ്ടുപോവാനാ. അയ്യോ, കണ്ട സന്തോഷത്തില് മാഡത്തെ അകത്തേക്ക് പോലും വിളിച്ചില്ല. പ്രിയ, നീ ചെല്ല്. റിയ മാഡത്തിന്റെ സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്ക്. വാ രാധിക മാഡം. നീ ഞെട്ടണ്ട. മാഡം വന്നത് മാഡത്തിന്റെ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോവാനാ. രാജു, ഞാൻ എന്റെ സാധനങ്ങൾ എടുത്തോട്ടെ. മോനെ, നിനക്ക് ഹൃദയ മോളോട് ഇവിടെ നിൽക്കാൻ പറഞ്ഞൂടെ? എന്താ അമ്മ ഇത്? എന്നെ നിങ്ങൾ എന്താ മനസ്സിലാക്കാത്ത? ഞാൻ എത്ര തവണ പറഞ്ഞമ്മേ അതൊന്നും ശരിയാവില്ലെന്ന്. അത് ഹൃതിക മാഡത്തിനും അറിയാം. എന്തറിയാന്നടാ? വേണോട്ടാ, വേണ്ട. ഹൃദയ മോൾ ഇവിടെയുള്ളപ്പോ വെറുതെ നിങ്ങൾ വഴക്കുണ്ടാക്കരുത്. മോൾക്കത് വിഷമാവും. ഞാനൊന്നും മിണ്ടുന്നില്ല. എടാ മോനെ, നിന്നെ ഞാൻ എന്റെ അനിയനായല്ല, എന്റെ ഒരു സുഹൃത്തിനോടൊന്ന് പോലെ ചോദിക്കോ. നിങ്ങൾ ഒരുമിച്ച് ഒരു മുറിയില് എത്ര ദിവസം താമസിച്ചവരാ. പുറം ലോകം മുഴുവൻ ഈ കുട്ടി നിന്റെ ഭാര്യയാണെന്നല്ലേ വിശ്വസിക്കുന്നത്. വർമ്മ സാറിന് ഒരു എതിർപ്പും ഇല്ലടാ നീ ഹൃതിക മോളെ വിവാഹം ചെയ്യുന്നതില്. ചേച്ചി ഒന്ന് പുറത്തേക്ക് പോയേ. മോനെ, ചേച്ചി പ്ലീസ് ഒന്ന് പുറത്തേക്ക് പോയേ. ഹൃതിക മാഡം, ഒരു മിനിറ്റ്. രാജു,